ഹായ് പ്രിയപ്പെട്ടവരെ, എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. കാസർഗോഡ് ജില്ലയിൽ മടിക്കൈ പഞ്ചായത്തിൽ കാലിച്ചാമ്പൂതിയിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. ചെങ്കൽ ഭിത്തികളിൽ ശില്പങ്ങൾ തീർക്കുന്ന UVG മടിക്കൈ എന്ന അറിയപ്പെടുന്ന ഗോപാലേട്ടനെ കാണുവാനാണ് ഞാനിന്ന് പോകുന്നത്. കൂടാതെ അദ്ദേഹം തേക്കുമരത്തിൻ്റെ വേരിൽ ശില്പങ്ങൾ തീർക്കുന്നുണ്ട്. അദ്ദേഹം 10ഓളം നാടകങ്ങൾക്ക് രചനയും സംവിധാനവും നിർവഹിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവിടെ ചെന്ന് തന്നെ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് യാത്ര പോകാം. ഓക്കെ. ഇതാണ് നമ്മുടെ ശില്പി ഗോപാലേട്ടൻ. ചുമർ ശില്പങ്ങൾ കൊത്തി നമ്മുടെ ഈ മടിക്കൈയിൽ തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഗോപാലേട്ടനോട് തന്നെ ചോദിക്കാം. എത്ര നാളെടുത്തു ഗോപാലേട്ടൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇതൊരു 4 മാസം. 4 മാസം എടുത്തു. ശരിക്കും കൊറോണ കാലത്തായിരിക്കുമല്ലോ ചെയ്തത്? കൊറോണയിൽ പിന്നെ ജോലിക്ക് പണിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ വെറുതെ പിന്നെ കല്ല് ഇങ്ങനെ മണ്ണ് പിന്നെ കാർപ്പൻട്രിയാണ് ജോലി. കാർപ്പൻട്രി വർക്ക് ചെയ്യുന്ന ഉളിയും മുട്ടിയെല്ലാം ഉണ്ടായി. അതെ. അതൊക്കെ ആയുധമൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടിലുണ്ടായി. അപ്പോൾ വെറുതെ പണിയൊന്നും ഇല്ല. അതെ. അപ്പോൾ ആ ടൈമിൽ ചെയ്ത് വെച്ചാൽ പിന്നെ വെറുതെ ഇങ്ങനെ ചെയ്യലുണ്ട്. ചുമർ ശില്പം തീർത്ത് വെച്ചു. നല്ല ഡോറ്, മറ്റേ ഡോറിട്ട് മരപ്പണി എടുക്കുമ്പോൾ ചെയ്യലുണ്ട്. അതെ അല്ലേ? ഡിസൈൻ. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു കഴിവുണ്ടല്ലോ. അപ്പോൾ അത് ചുമരിൽ തീർത്തു. അപ്പോൾ ശരിക്ക് എന്താണ് ഈ ശില്പങ്ങൾ? ഇത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതിപ്പോൾ ഈ നമ്മളെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വെള്ളം തോന്നുന്ന ചക്രം. ഈ ശില്പത്തിലാവുമ്പോൾ ഇത് വെള്ളം ഇങ്ങനെ വരും. വെള്ളം ഇങ്ങനെ വരും. ഓക്കെ. ശില്പത്തിന് പ്രത്യേകത ഒരു ഇതുണ്ടല്ലോ. അതെ. ഒരു സൗന്ദര്യശാസ്ത്രം. അതെ, സൗന്ദര്യശാസ്ത്രം ഉണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ ശില്പത്തിൻ്റെ വെള്ളം ഇങ്ങനെ അതെ. അപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സംഭവം നല്ലത് ചെയ്തു വെച്ചിരിക്കുന്നത്. ജലചക്രം, ശരിക്കും പറഞ്ഞാൽ ജലചക്രം. ഇതല്ല വടക്കൻ മലബാറിലല്ല. വടക്കൻ മലബാർ. വടക്കൻ മലബാറിലെ അല്ല. ഇത് തെക്കോട്ടുള്ള. അതെ. ചക്രം ഒരിക്കലും ഈ തെക്കോ ഭാഗത്ത്, തെക്കോമാരെ ആ ഭാഗത്താണ്. ഇവിടെ ഓണി എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടാകുള്ള. അതെ. അപ്പൊ അത് കൂടാതെ വേറെ എന്താന്ന് ഇതില്? ഒരു കർഷകൻ. അതെ. വയലില് തൂണ് നാട്ടി ചെയ്ത ഒരു സംഭവം നിങ്ങൾ ചെയ്തു വെച്ചത്. ഓക്കെ. സംസ്കൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ സംസ്കൃതി. ഓക്കെ. അപ്പോൾ അവര് പിന്നെ കയറിട്ടിട്ട് അതിന് മുള
മുള വരിഞ്ഞ് കെട്ടിയിട്ട് ഒരു ഊഞ്ഞാല് പോലെ ആക്കും. ഊഞ്ഞാല് പോലെ ഓക്കെ. അതിലാണ് ഇത് വീട്ടിലേക്ക് ഈ ഏർമാടത്തിലേക്ക് പോകുന്ന ആ ഒരു സംഭവമാണ് നിങ്ങൾ തീർത്ത് വെച്ചിട്ടുള്ളത്. ഇത് പിന്നെ മുള കമ്പ് കൊണ്ട് ഉണ്ടാക്കി വീടാണ് അതുപോലെ ചെയ്തത്. ഓക്കെ, കമ്പ്. ഓക്കെ, പിന്നെ ഇത് എന്താണ് സാധാരണ ഈ പിന്നെ നമ്മളെ ക്ഷേത്രത്തിൽ ചുമര് ശില്പങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതെ, ക്ഷേത്ര ചുമരിൽ. അപ്പോൾ ആ മാതൃകയിൽ ചെയ്തതാണ് ക്ഷേത്ര ശില്പം എന്നില്ലേ അങ്ങനെ പറഞ്ഞൂടാ. നമ്മളെ ഏതെങ്കിലും ഒരു മതത്തിന്റെ സിംബോളിക്കായിട്ട് ഞാൻ പിന്നെ ശില്പകല ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മതത്തിന്റെ അങ്ങനെയുള്ള എടുത്തില്ല. നിങ്ങളുടെ ഒരു ഭാവനയില് അത് അപ്പോ പുതിയൊരു ഇത് ഉണ്ടാവണമെന്ന് വലിയ രൂപത്തില് ക്ഷേത്ര മാതൃകയിൽ ചുമർ ചെയ്യാന്ന് ചെയ്തത്. ഇതൊക്കെ ഇത് എന്ത് ചക്രം? ഇത് മയിലാണ് സംഭവം. മയിൽ ചക്രമല്ല അത്. ഇത് സംഭവം എന്ന് പറഞ്ഞാലേ ഇവിടെ ഒരു കല്ലുണ്ടായി. അപ്പൊ ഈ കല്ല് നമുക്ക് എടുക്കാൻ പറ്റില്ല, എന്നാലും കിട്ടൂല, എടുക്കാനാ ശ്രമിച്ച്. അപ്പൊ അതിനെ തന്നെ ഒരു പിന്നെ ചക്രാക്കി മാറ്റി. അത് ഒരു ചക്രം എന്നുള്ള രൂപത്തില് പിന്നെ വേണ്ടെന്നുള്ള രൂപത്തില് പോസ്റ്റ് മോഡേൺ രീതിയിലാണ് ഇതൊക്കെ. അത് ഒരേ ശരിക്കും പറഞ്ഞാൽ ഒരു കല അല്ലെങ്കിൽ ഒരു ആശയം എന്ന് പറഞ്ഞാൽ വിവിധ ആംഗിളിലൂടെ കാണുന്നേ. ഒന്നിൽ തന്നെ വിവിധ ഭാവങ്ങൾ പ്രകടിപ്പിക്കും. നമ്മളിപ്പോ ഒരു പനിനീര് പിന്നെ 4 ആള് കാണുന്നുണ്ടെങ്കിലേ വിവിധ വ്യൂയിലൂടെ കാണും. അതുപോലെ അതൊരു ചിത്രം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ശില്പം കാണുമ്പോൾ അതില് ഈ കാണുന്നവർക്ക് എടുക്കാൻ കുറേ ഉണ്ടാവും. ഞാൻ കൊത്തുന്ന രീതിയിലായിരിക്കില്ല അവർ കാണുന്നത്. നമ്മളെ മനസ്സിൽ വരുന്ന ഇങ്ങനെ കൊത്തിയെന്നില്ലു, അത്രേ ഉള്ളൂ. ചിത്രങ്ങൾ കൂടാതെ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു നാടക പ്രവർത്തകനാണ്. മുമ്പേ പിന്നെ നാടക പ്രവർത്തകൻ എന്ന് പറഞ്ഞാല് എൻ്റെ രചനാ സംവിധാനത്തിൽ ഒരു 4ഓളം നാടകങ്ങളുണ്ട്. പിന്നെ സ്കൂളിലെല്ലാം ഒരു പിന്നെ പൊതുവായിട്ട് ഈ ജില്ലയിൽ പിന്നെ പൊതുവെ ഒരു 5-8 നാടകങ്ങളെല്ലാം. നാടകത്തിന്റെ പേര് ഗ്രാമത്തറ അമ്പലത്തറയാണ് എടുത്തത്. ഇവിടെ കോട്ടപ്പാറ അമ്പലത്തറ ആ ഭാഗത്ത് ഗ്രാമത്തറ. നാടകത്തിന്റെ പേരെന്താണ്? ഗ്രാമത്തറ. നാടകത്തിന്റെ പേരാണ് ഗ്രാമത്തറ. പിന്നെ ശില്പഗാഥ അറിഞ്ഞിട്ട് നാടകം ഉണ്ടായിന്. അത് 2 മണിക്കൂറിലെ നാടകം. പിന്നെ സീതായനം സംഗീത ശില്പം നൃത്തത്തോടുകൂടിയ അത് മീങ്ങോത്ത് ഒരു അമ്പലത്തിലാണ്. അതൊരു 5-6 കൊല്ലം മുമ്പ്, 5-6 ഒരു 10 വർഷമായിട്ടുണ്ടാവും. പിന്നെ അവിടെ അമ്പലത്തില് പിന്നെ കോട്ടപ്പാറ അമ്പലത്തില് അങ്ങനെ 3-4 വലിയ നാടകങ്ങൾ പിന്നെ ചെറിയ എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെ കുറച്ചു കാലം പത്രത്തിലുണ്ട് കോളമിസ്റ്റായിട്ട്. ഏത് പത്രത്തിലായിരുന്നില്ല? ആ ലേറ്റസ്റ്റില് മറ്റേ ഇതെല്ലാം എൻഡോസൾഫാന്റെ പിന്നെ ഇതെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നത് എൻ്റെ ലേഖനത്തോടെ ആദ്യം ജില്ലയിൽ തന്നെ. അത് ഫസ്റ്റ് സഫിയ പ്രശ്നം, എൻഡോസൾഫ പ്രശ്നം ഇതെല്ലാം വെച്ചിട്ട് ലേറ്റസ്റ്റില് എല്ലാ പത്രത്തിലും എഴുതലുണ്ട്. പിന്നെ മലബാർ എഴുതലുണ്ട്. പിന്നെ പിന്നെ ഈ പണിയിലെയും കഷ്ടപ്പാടിന്റെ ഇടയ്ക്ക് പിന്നെ തൽക്കാലം നിർത്തി. കുറെ കാലം പിന്നെ ഇത് കവിത മേഖലയിൽ പ്രവർത്തിച്ചു. കവിയരങ്ങളിലെല്ലാം ഞാൻ പാടലുണ്ട്. പിന്നെ അതുകൂടാതെ മരത്തിലൊക്കെ ശില്പം മരത്തിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മരത്തിന്റെ കുറ്റിയിൽ അത് അപ്പുറമുണ്ട് കാണിക്കാൻ പോകും. മരത്തിന്റെ ജാതിയിലെ കുറ്റി ഉണ്ടല്ലോ അതിൽ ചെയ്യുന്നുണ്ട്. അതൊരു പിന്നെ
പുറത്ത് ഇറക്കണമെങ്കിൽ അതിൻ്റെ ചിത്രശില്പ പ്രദർശനം നടത്തുന്ന അതിൽ ചെയ്യാൻ പറ്റും. അല്ല അക്കാഡമിയിലോ മറ്റോ അതിന് വേണ്ടിയിട്ടില്ല. അത് ശില്പങ്ങൾ 2-3 ആയില്ലോ. അതെ അല്ലേ. അപ്പോൾ കുറച്ച് കൂടുതൽ ഒരു 10-11 ആവണം. പറ്റി. അതെ അതെ. ഭയങ്കര ഹാർഡ് വർക്കാണ് പിന്നെ. അതെ ചെയ്ത് കഴിഞ്ഞാൽ. അതെ അതെ ശരിയാണ്. അത് 10 ആയാൽ അത് അക്കാഡമിയിൽ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഈ പബ്ലിക് വിൽപ്പന യൂട്യൂബെല്ലാം ബന്ധിച്ചിട്ട് വിൽക്കേണ്ടത് നമുക്ക് അത് വേണം. അത് ഉണ്ടാക്കിയാൽ പോരല്ലോ. പുറത്ത് ഇതാവുകയും വേണ്ടല്ലോ നമുക്കായിട്ട്. ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടല്ലോ. പിന്നെ നമുക്ക് വീട്ടിൽ വെച്ചിട്ടും കാര്യമില്ല. പുറത്തേക്ക് ഇറങ്ങണം. ശില്പങ്ങൾ കുറച്ചാൾ കണ്ടാലല്ലേ അതിന്റെ മൂല്യം തിരിച്ചറിയും. അതാണ് പ്രത്യേകിച്ചിട്ട് കലാകാരന്മാരുടെ അവസ്ഥ. കൊറോണ വന്നതോടുകൂടി എല്ലാ കലാകാരന്മാരും ശരിക്കും പറഞ്ഞാൽ വീട്ടിനകത്തോ മൂലക്കുമായി ഒന്നും ചെയ്യാനില്ലാതെ അവസ്ഥ. കലാകാരന്മാരെ വീടെല്ലാം ശരിക്കും കഷ്ടപ്പാട്ടിലാണ്. ഇപ്പം പിന്നെ നാടക പരിപാടി, നൃത്തം, അങ്ങനത്തെ ഒന്നും എല്ലാം മേക്കപ്പ് താരങ്ങളെല്ലാം എല്ലാം നിശ്ചലായ ഒരു സ്ഥിതിയാണ്. ഏറ്റവും കൂടുതൽ ഈ കൊറോണ ബാധിച്ചിട്ടുണ്ട്. എല്ലാവരും ബാധിച്ചിട്ടുണ്ട്. എല്ലാ തൊഴിൽ മേഖലയെയും ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം കലാകാരന്മാരെ തീരെ കുറേ ബാധിച്ചിട്ടുണ്ട്. എല്ലാവരും എല്ലാ കാർഷിക മേഖലേനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ കൈത്തൊഴിൽ മേഖലേനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ മേഖലയെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മൊത്തത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന കൊറോണ അത്ര വേഗം പോട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഉള്ളത്. ശരിയാണ്. അതെ. അത് കൊറോണ അതോടൊപ്പം കൊറോണ കുറേ പാഠങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഓരോ അറകളിൽ ജീവിക്കുന്നു. പുതിയ ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ കലികാലം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. കലയുടെ ഒരു ബന്ധങ്ങൾക്ക് സ്ഥാനമില്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ അതൊരു ഇപ്പോൾ ഓരോ അറകളാക്കിയിട്ട് ഓരോ ആളും ഓരോ അറയായിട്ട് ജാതീയത, മതസ്പർദ്ധ, മറ്റ് കാര്യങ്ങൾ അതുപോലെ പിന്നെ കുറേ പിന്നെ നിറങ്ങളിലൂടെ അങ്ങനെ പല പല ഘടകങ്ങളിലൂടെ ഓരോരോ പിന്നെ സ്വയം അറകളായിട്ട് കിട്ടി വന്ന ഒരു അവസ്ഥയിൽ കുറേ കൊറോണ വന്നപ്പോൾ ഒരു സാമൂഹ്യ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം മാനവരാശിയെ വലിയൊരു ദുരിതകയത്തിലേക്ക് തന്നെ എത്തിച്ചിട്ടുള്ളത്. വേരിൽ ചെയ്താണല്ലേ ഗോൾഡ? വേരിൽ ചെയ്തിട്ടുണ്ട്. എന്താ ശരിക്കും ഇത് നമ്മളെ കാർഷിക സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതോടൊപ്പം പിന്നെ മനുഷ്യൻ്റെ മൃഗാവസ്ഥ അതൊക്കെ കാർഷിക സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുവാണ്. പിന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഉള്ളൊരു സംവേദനം ഇതിലുണ്ട്. അത് കൂടാതെ പിന്നെ മനുഷ്യനെത്തപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മൃഗീയാവസ്ഥയുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ജീവനില്ലാത്ത ഒരു ഇത് തലയോട്ടിയാണ്. മൃഗത്തിൻ്റെ വേറെ ഉണ്ടല്ലോ മനുഷ്യൻ ആദിമ മനുഷ്യന്. അതായത് ഇതിന് പ്രത്യേകം ഫേസിന് ഇത് കണ്ണ് തുറന്ന ഒരിതല്ല, അല്ല ശരിക്ക്. പിന്നെ ഇതിലെ മനുഷ്യന് സാധാരണ നമ്മൾ ഹാർഡ് ബോർഡിൽ നിർമ്മിക്കുന്ന ഇല്ലാത്ത ഒരു അവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മുഖം വികൃതമായത്. വികൃതമല്ല, കോടിയ അതെ അങ്ങനെയാണ്. പിന്നെ ഇത് പ്രകൃതിനെ സൂചിപ്പിക്കുന്ന ഒരു ഉള്ള രണ്ട് ഇതുണ്ടാവല്ലേ. ഇതിനെ ഇത് തിരിച്ചു വെച്ചാൽ ഇത് ഈ വ്യൂ ഒന്ന് കാണുമ്പോൾ അങ്ങനെ ഇതും ഇത് തേടലും പിന്നെ രണ്ട് ഇതിപ്പോ ശരിക്കും ഇത് കീരും പാമ്പുവാന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇര തേടുമ്പോൾ തന്നെ അതിൻ്റെ രണ്ട് ഒരു
ജീവൻ മറ്റൊരു ജീവനെ തേടുമ്പോൾ തന്നെ രണ്ടും പ്രാണന് വേണ്ടിയിട്ട് ഉള്ള ഒരു രണ്ടും പ്രാണന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കൂടിയുണ്ട്. അപ്പോൾ അതിജീവനാണ്. അതിജീവനാണ് ശരിക്കും പറഞ്ഞാൽ. അത് രണ്ടും അതിജീവനത്തിലേക്ക് പോകുന്ന ഇത് പാമ്പാണ്. ഇത് കൊത്തിയിട്ട് പിന്നെ പൂർത്തീകരിക്കാതെ കൊണ്ടാണ് മനസ്സിലാവുന്നില്ല ശരിക്കും. അതിപ്പോൾ ശരിക്കും ഇത് വൃത്തിയായാൽ പോളിഷ് ചെയ്താലേ നല്ലതായിട്ടുണ്ടാവും. ശരിക്കും ഇതും വേരിൽ തന്നെ എല്ലാം വേരന്നെ. ഇതൊക്കെ വേരിൽ തീർത്തതാണ് ഗോപാലേട്ടൻ. ജാതിയുടെ കാസർഗോഡ് ജില്ലയിൽ ജാതി എന്ന് പറയും, പിന്നെ തേക്ക് എന്നും പറയും. അതെ 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 അതെ. ഒരു പേരിൽ 6ഓളം പക്ഷികളുടെ രൂപങ്ങളാണ് ഇതിൽ തീർത്തിട്ടുള്ളത്. ലവ് ബേർഡ്സ് എന്നാണ് ഇതിനെ പറയുന്നത് ഗോപാലേട്ടൻ. ആകാശപ്പറവുകൾ. ഇതൊക്കെ എത്ര നാളെടുത്തു ശരിക്കും? ഇത് കുറേ ആയി ഇത് കൊത്തുന്നു. ഇത് ഇതായിട്ട് ഫിനിഷ് ചെയ്തില്ല ഇതുവരെ? ചെയ്തിട്ടില്ല. ഇതൊക്കെ പോളിഷ് ആവാനുണ്ട് അത്ര അല്ലേ? അല്ല, ഫിനിഷ് ചെയ്ത് പോളിഷ് ചെയ്താലേ ഇതിന്റെ ശരിക്കുള്ള ഒരു ഇത് കിട്ടും. അപ്പോൾ എനിക്ക് വേണ്ടി ഗോപാലേട്ടൻ്റെ വിലപ്പെട്ട സമയം കളഞ്ഞു നന്ദി അറിയിക്കുന്നു ഗോപാലേട്ടന്. എൻ്റെയും എൻ്റെ ചാനലിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഗോപാലേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.